ക്ലാറ്റ് എക്സാമിൻ്റെ GK ടോപ്പിക്സ് ഒന്ന് നോക്കിയാലോ? വായോ. GK ടോപ്പിക് വളരെ വിശാലമായ ടോപ്പിക്കാണ്. എന്നാലും നമുക്ക് കാറ്റഗറൈസ് ചെയ്ത വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് GK. ടോപ്പിക്സ് പെട്ടെന്ന് നോക്കാം. ഒന്നാമതായി നമുക്ക് വരുന്നൊരു ഏരിയയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി. GKക്ക് മാത്രമല്ല ലീഗൽ റീസണിങ്ങിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി. ഇപ്പോൾ അതിൽ പ്രസിഡന്റ് ആയിക്കോട്ടെ, ഗവർണർ ആയിക്കോട്ടെ, ഇപ്പോൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ വേണമെങ്കിൽ വൈസ് പ്രസിഡന്റ് പറയാം. ബിക്കോസ് വൈസ് പ്രസിഡന്റ് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, DPSP, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് GKയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വെക്കുന്ന ഏരിയ ആണ് ഹിസ്റ്ററി. ഹിസ്റ്ററിയിലും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നോക്കുവാണെങ്കിൽ മേജർ ടൈം ലൈൻസ് അല്ലെങ്കിൽ ഇവന്റ്, ഇപ്പോൾ ജാലിയൻ വാല ബാഗ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതേപോലെ തന്നെയുള്ള മേജർ ലീഡേഴ്സ്, ഇപ്പോൾ ജവഹർലാൽ നെഹ്റു, പട്ടേൽ, ഗാന്ധിജി, അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം ഹിസ്റ്ററിയോട് തന്നെ കണക്ഷൻ നിൽക്കുന്ന വേറെ ഒരു ഏരിയ നമുക്കുണ്ട്, ആർട്ട് ആൻഡ് കൾച്ചർ. ഇപ്പോൾ ആർട്ട് ആൻഡ് കൾച്ചറിനെ കണക്ട് ചെയ്തിട്ടുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും. ഇപ്പോൾ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്, യുനെസ്കോയുടെ പ്രൊട്ടക്റ്റഡ് സൈറ്റ്സ് പോലുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് ഒരു GKയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഏരിയ ആണ്. ഓക്കെ, ഇതും നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്ത് ഇതേപോലെ കാറ്റഗറൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിൽ തീരൂ. അപ്പോൾ ഇതിൻ്റെ വളരെ സ്ട്രക്ചേർഡും ക്രിസ്പും ആയിട്ടുള്ള നിങ്ങൾക്ക് സെഷൻസ് നമ്മൾ ഇതിൽ കൂടി തരുന്നതായിരിക്കും. സോ ഡു ഫോളോ അസ്. താങ്ക് യു.